ഹലോ ഗായ്സ്, ജാസ് ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ഡിഷുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലിയുടെ തട്ട് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിക്കണം. ഇതുപോലെ ഓരോ കുഴിയിലും ഓരോ മുട്ട വീതം പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ ഞാൻ ഇതിലെല്ലാം ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തും മിക്സ് ആവുന്ന രീതിയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ട ഈ ഒരു മിക്സിൽ നന്നായിട്ട് ചേർത്ത് ഇളക്കിയെടുക്കുക. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കണം. എല്ലാം ഞാൻ ഇതുപോലെ ഓരോന്നായിട്ട് ഈ മിക്സിൽ മുക്കിയെടുത്ത് നല്ല പോലെ മസാല പിടിക്കുന്നത് വരെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാനിൽ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ടയുടെ മിക്സിനെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനെ തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. പൊട്ടിപ്പോവാതെ പതുക്കെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇത് അധികം എണ്ണ കുടിക്കുകയൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പം ഞാനെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ ബൈ.